ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ ബട്ടർ ഷേക്ക് ഗുൻഗുൻ എന്ന വ്യത്യസ്തമായ ഒരു ബംഗാളി വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വാർത്താ ചാനലുകൾ തുറന്നാൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോട് അധ്യാപകൻ തന്നെ മോശമായി പെരുമാറിയെന്നും തുടർന്ന് അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഹൃദയഭേദകമായ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ കഥയിൽ നടക്കുന്നത് അതിൽ നിന്നെല്ലാം തികച്ചും വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കോളേജിൽ മാന്യനായ ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്. പക്ഷെ അവർ നാട്ടിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം കോളേജിലെ ജോലി കാരണം ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അതേ കോളേജിൽ പഠിക്കുന്ന പല്ലവി എന്നൊരു ധനികയായ വിദ്യാർത്ഥിനിയുണ്ട്. അവൾക്ക് ഈ അധ്യാപകനോട് ഒരു ഇഷ്ടം തോന്നുകയും തുടർന്ന് തന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ ഒരു പാവയെ പോലെ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് വളരെ മോശമായ രീതിയിലായിരുന്നു. അതിലൂടെ ആ അധ്യാപകൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ കഥയിൽ പറയുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ അരവിന്ദൻ എന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. ഒരു അർദ്ധരാത്രിയിൽ അയാൾ പരിഭ്രാന്തനായി ഭാര്യയെ വിളിച്ച്, നമുക്ക് ഈ രാത്രി തന്നെ നാട് വിടണം, നീ ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട, വേഗം കാർ ഓടിച്ചു പോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് നിന്നെ വന്ന് കാണാം എന്ന് പറയുന്നു. അത് കേട്ട് ഭാര്യ വേഗത്തിൽ കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ലോറി വന്ന് അവരുടെ കാറിന് ഇടിക്കുന്നു. സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയ നായകൻ അരവിന്ദൻ, സുകന്യ നിനക്ക് എന്തു പറ്റി? ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭാര്യയെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടുന്നു. അവർ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു. നമ്മുടെ നായകനായ അരവിന്ദന് ഈ അവസ്ഥ വരാൻ കാരണം എന്താണ്, അയാളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അതാണ് ഈ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഗുരു എന്നൊരാളെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു രാഷ്ട്രീയക്കാരനും ഗുണ്ടയും ഒരു വലിയ ഫാക്ടറിയുടെ ഉടമയുമാണ്. അയാൾ പലരെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയും എതിർക്കുന്നവരെ കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് സ്നേഹമുള്ള ഒരു ഭാര്യയും ഒരു കൗൺസിലർ സുഹൃത്തും ഉണ്ട്. ഇവർക്കൊരു വളർത്തുമകളുണ്ട്. അതാണ് നമ്മുടെ നായികയായ പല്ലവി. എന്തുകൊണ്ടാണ് വളർത്തുമകൾ എന്ന് ചോദിച്ചാൽ അതിനു പിന്നിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് വഴിയെ പറയാം. കുറച്ചു കഴിഞ്ഞ് പല്ലവി വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നുണ്ട്. പല്ലവിയുടെ വീട് ഒരു കൊട്ടാരം തന്നെയാണ്. വളർത്തുമകളാണെങ്കിലും പല്ലവിക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും ഇഷ്ടമല്ല. പല്ലവി കാറിലാണ് കോളേജിലേക്ക് പോവാറ്. അവളുടെ കാർ റിപ്പയറിലായതുകൊണ്ട് അനിയൻ ഉപയോഗിക്കുന്ന കാർ വേണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ എങ്ങനെ സ്കൂളിൽ പോകും എന്ന് ഗുരു ചോദിക്കുമ്പോൾ, അവൻ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, ഞാൻ ആ ഡോക്യുമെന്റിൽ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ അവന്റെ കാർ എനിക്ക് തരണം എന്ന് പല്ലവി പറയുന്നു. വേറെ വഴിയില്ലാതെ പല്ലവിയുടെ ഒപ്പ് കിട്ടാൻ വേണ്ടി ഗുരു ആ കാർ അവൾക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് മറ്റൊരു ടെസ്റ്റ് കാണിക്കുന്നത്. ഇതുവരെ പല്ലവിയുടെ വളർത്തച്ഛൻ എന്ന് പറഞ്ഞയാൾ യഥാർത്ഥത്തിൽ അവളുടെ ചിറ്റപ്പനാണ്. പല്ലവിക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ ബിസിനസ് എല്ലാം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം എല്ലാ സ്വത്തുക്കളും പല്ലവിയുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. സ്വത്തുക്കളെല്ലാം പല്ലവിയുടെ പേരിലാണെങ്കിലും അവളുടെ ചിറ്റപ്പനായ ഗുരുവാണ് എല്ലാം നോക്കി നടത്തുന്നത്. അതുകൊണ്ടാണ് ഒപ്പിനു വേണ്ടി അയാൾക്ക് പല്ലവിയോട് ചോദിക്കേണ്ടി വരുന്നത്. ഗുരുവിന് പല്ലവിയെ ഇഷ്ടമല്ല. ചേട്ടന്റെ മകളായതുകൊണ്ടും അവളുടെ പേരിലാണ് സ്വത്തുക്കൾ എന്നതുകൊണ്ടും മാത്രമാണ് അയാൾ അവളെ സഹിക്കുന്നത്. മറ്റൊരു ടെസ്റ്റ് എന്നാൽ പല്ലവിയുടെ അമ്മ ഭർത്താവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അനിയനായ ഈ ഗുരുവിനെ വിവാഹം കഴിച്ചു. അതുകൊണ്ടാണ് പല്ലവിക്ക് സ്വന്തം അമ്മയെയും ഇഷ്ടമല്ലാതായത്. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരാളാണ് നമ്മുടെ പല്ലവി. ഈ അവസ്ഥയിലാണ് പല്ലവി കോളേജിലേക്ക് വരുന്നത്. അവൾ വളരെ അഹങ്കാരിയായ ഒരു പെൺകുട്ടിയാണ്. ക്ലാസ്സിൽ കയറുമ്പോൾ അനുവാദം പോലും ചോദിക്കാതെ വന്നിരിക്കും. അപ്പോൾ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ നായകനായ അരവിന്ദനാണ്. ഈ പെൺകുട്ടി ഒരു മര്യാദ പോലുമില്ലാതെ അകത്ത് വന്നിരിക്കുന്നല്ലോ എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. ക്ലാസ്സിൽ മുഴുവൻ പല്ലവി കരയുകയും നോട്ട്ബുക്കിൽ എന്തോ കുത്തി വരയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതും നമ്മുടെ നായകൻ ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ നായകൻ മാത്രം പല്ലവിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, എന്തെങ്കിലും ആലോചിച്ച് വിഷമിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ഈ ഒരു ചോദ്യം വലിയൊരു തെറ്റിലേക്കാണ് നയിക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. ആ വാക്കുകൾ പല്ലവിയെ ശാന്തയാക്കുന്നു. അവൾ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകുന്നു. അടുത്ത ദിവസം പല്ലവി കോളേജിൽ വരുമ്പോൾ കാലിടറി താഴെ വീഴുന്നുണ്ട്. അവളുടെ കാൽമുട്ടിന് പരിക്കേൽക്കുന്നു. ആ വഴി പോകുമായിരുന്ന നമ്മുടെ നായകൻ ഓടിച്ചെന്ന് പല്ലവിയെ സഹായിക്കുന്നു. അപ്പോൾ പല്ലവിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. ചെറുപ്പത്തിൽ താൻ താഴെ വീഴുമ്പോൾ അച്ഛൻ ഇതുപോലെ ആയിരുന്നല്ലോ തന്നെ നോക്കിയിരുന്നത്. ഈ സാറിനെ കാണുമ്പോൾ അച്ഛനെ കാണുന്ന പോലെ തോന്നുന്നു. ഇദ്ദേഹം എത്രമാത്രമാണ് എന്നെ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ കരുതി പല്ലവിക്ക് സാറിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായകൻ പല്ലവിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സുഹൃത്ത് അവിടേക്ക് വരുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് അറിയാമോ? ഗുരുവിന്റെ വളർത്തുമകളാണ്. ഈ കോളേജിന് ആ പെൺകുട്ടിയെ പേടിയാണ്. അതുകൊണ്ടാണ് ആരും അവളോട് സംസാരിക്കാത്തത്. അനാവശ്യമായി സംസാരിച്ച് പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടണ്ട എന്ന് സുഹൃത്ത് ഉപദേശിക്കുന്നു. തുടർന്ന് നായകൻ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പുറത്താക്കി പല്ലവി മാത്രം ക്ലാസ്സിലിരിക്കുന്നു. ഇത് നായകന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം പല്ലവി മനഃപൂർവ്വം സ്റ്റാഫ് റൂമിലേക്ക് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന നായകന്റെ സുഹൃത്തിനെ തന്ത്രപൂർവ്വം പുറത്താക്കി നായകനോട് സംശയങ്ങൾ ചോദിച്ചും സംസാരിച്ചും ഇരിക്കുന്നു. പഠനത്തിൽ പിന്നോക്കമായതുകൊണ്ട് തനിക്ക് ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നായകനെ പുറത്തു കൊണ്ടുപോവുകയും അയാൾ സംസാരിക്കുന്നത് ലയിച്ചിരുന്ന് കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നായകന്റെ മനസ്സിൽ പൂർണ്ണമായും അവന്റെ ഭാര്യ മാത്രമായിരുന്നു. നായകൻ ആ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചാണ് ജോലി ചെയ്യുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം നാട്ടിൽ പോയി ഭാര്യയോടൊപ്പം താമസിക്കും.
ഭർത്താവ് വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ ഭാര്യയ്ക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ കഴിയില്ല. സീൻ കട്ട് ചെയ്യുമ്പോൾ ഒരു പോലീസ് ഇൻസ്പെക്ടറെ കാണിക്കുന്നു. അയാൾ കുറെ നാളായി മുന്ന എന്നൊരാളെ തിരയുകയാണ്. ഈ മുന്ന പല്ലവിയുടെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സഹായിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം മുന്ന ഒളിവിൽ പോയി. ആ മുന്ന കാരണം തന്റെ ജീവന് എപ്പോൾ വേണമെങ്കിലും ആപത്ത് വരാം എന്ന് ഭയന്ന് പല്ലവിയുടെ ചിറ്റപ്പനായ ഗുരു പോലീസ് ഇൻസ്പെക്ടർക്ക് പണം കൊടുത്ത് മുന്നയെ കണ്ടെത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. കഥ ഇപ്പോഴത്തെ കാലത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ നായകൻ ഹോസ്റ്റലിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഭാര്യയോട് ഫോണിൽ ചോദിച്ചാണ് അയാൾ മീൻ കറി വെക്കുന്നത്. എന്നാൽ ആ രാത്രിയിൽ പല്ലവി നായകനെ കാണാൻ വരുന്നു. എന്താ ഈ രാത്രി സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നായകന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും പല്ലവി അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. നായകന് ഭാര്യയുടെ ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ആരാണ് വിളിക്കുന്നത് എന്ന് പല്ലവി ചോദിക്കുമ്പോൾ സുഹൃത്താണ് എന്ന് നായകൻ കള്ളം പറയുന്നു. പല്ലവി അല്പം കരുതലോടുകൂടി ചോദിക്കുന്നുണ്ട്, ഈ വൃത്തികെട്ട ഹോസ്റ്റലിൽ എന്തിനാണ് താമസിക്കുന്നത്? ഇവിടെ AC പോലുമില്ലല്ലോ, കൊതുക് കടിക്കില്ലേ? ഇവിടെ നിന്ന് എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നൂടെ? അവിടെ വളരെ സൗകര്യമായി താമസിക്കാം. അയ്യോ, അതൊന്നും എനിക്ക് ശരിയാവില്ല, ഈ ഹോസ്റ്റൽ മതി, ഇവിടെ എന്റെ സുഹൃത്തുണ്ട്, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം എന്ന് നായകൻ പറയുന്നുണ്ട്. എന്നാൽ പല്ലവി ദേഷ്യപ്പെടുന്നു. കൂടെ വന്ന ഡ്രൈവറെ അവൾ അടിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞാൽ അതനുസരിച്ചാൽ മതി, ഞാൻ പറയുന്നത് മാത്രമേ എല്ലാവരും ചെയ്യാൻ പാടുള്ളൂ, കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നായകന് മനസ്സിലാവുന്നുണ്ട് തന്നോടുള്ള ദേഷ്യമാണ് അവൾ അവിടെ കാണിക്കുന്നതെന്ന്. അവൾ നായകന്റെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്, താമസിക്കണം അത്ര തന്നെ എന്ന് പറയുന്നു. അവർ അവിടെ നിന്ന് പോയ ഉടൻ നായകൻ താമസിക്കുന്ന ഹോസ്റ്റലിലെ കറണ്ട് പോകുന്നുണ്ട്. ആ കറണ്ട് കട്ട് ചെയ്തത് പല്ലവിയുടെ ആളാണ്. ആ ആൾ മറ്റാരുമല്ല, മുന്നയാണ്. പല്ലവിയുടെ ചിറ്റപ്പനായ ഗുരു തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ മുന്ന. പല്ലവിയുടെ അച്ഛന്റെ മരണശേഷം മുന്ന പല്ലവിയുടെ വിശ്വസ്തനായി രഹസ്യമായി അവളോടൊപ്പം കഴിയുകയായിരുന്നു. പല്ലവി ചെറുപ്പം മുതലേ അസൂയക്കാരിയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട്. പല്ലവി ഒരു ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വന്ന് അവളെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുന്ന് ആടുന്നുണ്ട്. പല്ലവി ആ കുട്ടിക്ക് ഊഞ്ഞാലാട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് വളരെ വേഗത്തിലാട്ടി അവനെ തള്ളി താഴെ ഇടുന്നു. പല്ലവിക്ക് ഇഷ്ടപ്പെട്ടത് അവൾക്ക് കിട്ടിയില്ലെങ്കിൽ അവൾ ചെറുപ്പത്തിലെ ഇങ്ങനെയാണ് പ്രതികരിക്കാറ് എന്ന് കാണിക്കുന്നു. മറ്റൊരു വശത്ത് നായകൻ കോളേജ് പ്രിൻസിപ്പലിനെ കാണുന്നുണ്ട്. തന്റെ ഹോസ്റ്റലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും കറണ്ട് ഇല്ലെന്നും പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ പല്ലവിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് എന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ നായകന് അത്ഭുതമാവുന്നു. എന്താണ് പ്രിൻസിപ്പൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് പല്ലവി ചിറ്റപ്പനായ ഗുരുവിന്റെ ഓഫീസിൽ വന്ന് ചില ഒപ്പുകളിട്ട് പോകുന്നു. ഗുരു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി എത്ര കാലമാണ് ഈ പല്ലവിയോട് കെഞ്ചിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഇവളുടെ കഥ കഴിച്ച് ഈ ഫാക്ടറി മുഴുവൻ നമ്മുടെ പേരിലാക്കണം എന്ന്. വീണ്ടും നായകൻ കോളേജിൽ നിന്ന് ഭാര്യയോട് ഫോണിൽ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദത്തിനൊരു മാറ്റം ഉണ്ടല്ലോ, ഈ ആഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഭാര്യ ചോദിക്കുന്നുണ്ട്. വരുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പിന്നിൽ പല്ലവി വന്ന് നിൽക്കുന്നു. പല്ലവിയെ കണ്ടതും നായകൻ ഫോൺ വെക്കുന്നു. പല്ലവിക്ക് നായകന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയില്ലായിരുന്നു. പതിവ് പോലെ പല്ലവി വന്ന് നായകനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നായകൻ അത് നിർത്താൻ ശ്രമിക്കുന്നു. നോക്ക് പല്ലവി, ഞാനൊരു അധ്യാപകനാണ്, നീ ഒരു വിദ്യാർത്ഥിനിയും. ഇത് ശരിയല്ല, വളരെ തെറ്റാണെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ പല്ലവിക്ക് അത് കേട്ട് ചിരിയാണ് വരുന്നത്. അപ്പോഴാണ് അധ്യാപകന് പല്ലവിയുടെ ചിറ്റപ്പനായ ഗുരുവിന്റെ ഫോൺ വരുന്നത്. എന്താ, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വേറെ എങ്ങോട്ടോ മാറാൻ പോവാണെന്ന് കേട്ടല്ലോ, മര്യാദയ്ക്ക് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നോ, അതിനപ്പുറം വേറെ എവിടെയെങ്കിലും മാറാൻ ശ്രമിച്ചാൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് ഗുരു ഭീഷണിപ്പെടുത്തുന്നു. കട്ട് ചെയ്യുമ്പോൾ പല്ലവി ചിറ്റപ്പനായ ഗുരുവിന്റെ മുന്നിലിരിക്കുന്നു. അന്ന് അവൾ ഒപ്പിടണമെങ്കിൽ താൻ സ്നേഹിക്കുന്ന അധ്യാപകനോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചിറ്റപ്പനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ചിറ്റപ്പൻ അങ്ങനെ സംസാരിച്ചത്. അവൾ ഒപ്പിട്ട് അവിടെ നിന്ന് പോകുന്നു. വേറെ വഴിയില്ലാതെ നായകൻ പല്ലവിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. പല്ലവിയും ആ വീട്ടിലേക്ക് വന്ന് നോക്കുന്നു. പതിയെ പതിയെ പല്ലവി വിരിച്ച വലയിൽ ഈ അധ്യാപകൻ വീഴുകയാണ്. പല്ലവി ഗസ്റ്റ് ഹൗസിൽ വന്ന് അധ്യാപകനോട് സൗകര്യമായിരിക്കും, മടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ദൂരെ നിന്ന് ഇതെല്ലാം ഗുരുവും പല്ലവിയുടെ അമ്മയും കാണുന്നുണ്ട്. ഗുരു പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ നിന്റെ മോൾക്ക് വിചിത്രമായ കളിപ്പാട്ടങ്ങൾ വേണമായിരുന്നു. ഇപ്പോഴിതാ അവൾക്ക് പുതിയതായി ഈ അധ്യാപകൻ എന്ന കളിപ്പാട്ടവും കിട്ടിയിരിക്കുന്നു. ഈ കളിപ്പാട്ടത്തെ അവൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമോ ആവോ. നമ്മുടെ നായകൻ ഒരു പുഴയുടെ അരികിൽ നിൽക്കുമ്പോൾ പല്ലവിയും വന്ന് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്കെന്ന് പറയാൻ ആരുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്നോട് കരുണ കാണിച്ചത്. അങ്ങനെയുള്ള നിങ്ങളെ പിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് എനിക്ക് വളരെ നല്ലതായി തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ നായകന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. നായകൻ ഞെട്ടിപ്പോവാണ്. രാത്രിയിൽ ഈ കാര്യം നായകൻ സുഹൃത്തിനോട് പറയുന്നുണ്ട്. എന്താടാ, ഉമ്മയിൽ ഒതുങ്ങിയോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് സുഹൃത്ത് കളിയാക്കുന്നു. ഡേ, എനിക്ക് കല്യാണം കഴിഞ്ഞതാണ്. ആ കാര്യം പല്ലവിയോട് പറയാൻ പേടിയാവുന്നു. പല്ലവി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഭാര്യയോട് പറയാനും പേടിയാവുന്നു. ഞാനൊക്കെ പെട്ടുപോയി എന്ന് പറഞ്ഞ് അയാൾ കരയുന്നു. വീക്കെൻഡ് ആകുന്നുണ്ട്. നായകൻ ഫോൺ എടുക്കുന്നില്ല. പല്ലവി വിളിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. കോളേജ് മുഴുവൻ നായകനെ തിരയുന്നു. എന്നിട്ടും അയാളെ കാണുന്നില്ല. വേറെ വഴിയില്ലാതെ നായകന്റെ സുഹൃത്തിനെ തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടി അരവിന്ദൻ എവിടെ എന്ന് ചോദിക്കുന്നു. അറിയില്ല, നാട്ടിൽ പോയി എന്ന് തോന്നുന്നു, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു എന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായകൻ നാട്ടിലെത്തിയിരിക്കുന്നു. ഭാര്യയെ കണ്ട ശേഷം ക്യാൻസർ രോഗിയായ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ സുഹൃത്തിന്റെ ഫോൺ വരുന്നു. പറയടാ, നാട്ടിലെത്തി, ഹോസ്പിറ്റലിലാണ് എന്ന് പറയുന്നു.
സുഹൃത്ത് അത് ലൗഡ് സ്പീക്കറിലിട്ട് പല്ലവിയെ കേൾപ്പിക്കുന്നു. ശരി മച്ചാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ പോകുമ്പോൾ നായകൻ അറിയാതെ സുകന്യയും എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു പോകുന്നു. ഇത് കേട്ട പല്ലവി ആരാ സുകന്യ എന്ന് സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ അയാൾ ഭാര്യയാണ് എന്ന സത്യം മറച്ചുവെച്ച് ഏതെങ്കിലും ബന്ധുവായിരിക്കും എന്ന് പറഞ്ഞ് മറച്ചു വയ്ക്കുന്നു. എന്നാൽ പല്ലവിക്ക് മനസ്സിലാവുന്നുണ്ട് നായകന് ഏതെങ്കിലും ഒരു പെണ്ണുമായി ബന്ധമുണ്ടെന്ന്. മറ്റൊരു വശത്ത് നായകൻ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രാത്രി ഭാര്യയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നു. പല്ലവി നായകന്റെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിലൊരു ഫോട്ടോ കിട്ടുന്നുണ്ട്. നായകൻ ഭാര്യയോടൊപ്പം വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോ. അപ്പോഴാണ് പല്ലവിക്ക് മനസ്സിലാവുന്നത് നായകൻ വിവാഹിതനാണെന്ന്. അവൾ ആകെ തകർന്നു പോവാണ്. എന്നിട്ടും നായകനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അവൾ തന്റെ വിശ്വസ്തനായ മുന്നയെ നായകൻ അമ്മയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലേക്ക് അയച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ പറയുന്നു. കട്ട് ചെയ്യുമ്പോൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. 6 വർഷം മുമ്പ് പല്ലവിക്ക് ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അവളെ ഒരു പയ്യൻ ഏകപക്ഷികമായി പ്രണയിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിൽ ദേഷ്യം വന്ന പല്ലവി സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ മുടി വെട്ടി ആ പയ്യന്റെ മുന്നിൽ കൊണ്ടു നിർത്തുന്നു. ഇതിൽ ദേഷ്യം വന്ന പയ്യൻ നിന്റെ ഭംഗിയുള്ള മുടി എന്തിനാ വെട്ടിയത് എന്ന് ചോദിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീ സ്നേഹിക്കുന്ന മുടിയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പോകുന്നുണ്ട്. അപ്പോൾ പല്ലവി ആ പയ്യനോട് പറയുന്നുണ്ട്, ഞാനൊരു വിഷമാണെന്ന് അവളോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന്. ചുരുക്കത്തിൽ പല്ലവി കണ്ണുമടച്ച് ഒരു കാര്യം വിശ്വസിക്കും. എന്നാൽ ആരെങ്കിലും അവളെ ചതിച്ചാൽ അവരോട് പ്രതികാരം ചെയ്യാതെ വിടില്ല. ആ സ്വഭാവം ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നായകൻ അടുത്ത ദിവസം രാവിലെ ആശുപത്രിയിലേക്ക് വരുന്നു. ഡിസ്ചാർജ് ചെയ്യാനായി പണം അടയ്ക്കാൻ ചെല്ലുമ്പോൾ അമ്മയെ അവിടെ കാണാനില്ല. ബില്ലടയ്ക്കാൻ നോക്കുമ്പോൾ ആരോ പണം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റാരും അല്ല, പല്ലവിയാണ്. പല്ലവി നായകന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് നായകന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കൂടെ നായകന്റെ ഭാര്യയുണ്ട്. ആരാ ഈ പെൺകുട്ടി, എന്തിനാ നമുക്ക് വേണ്ടി ബില്ലടയ്ക്കുന്നത് എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. പല്ലവി മറുപടി പറയുന്നു, ഇദ്ദേഹം എന്റെ ഇഷ്ടപ്പെട്ട സാറാണ്. സാറിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോൾ എന്റെ അമ്മയെ പോലെ കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന്. നായകൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് ഇതെല്ലാം കേട്ട് ഒരു സംശയം തോന്നുന്നു. മോളെ, നീ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തതല്ലേ, വീട്ടിലേക്ക് വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞ് പല്ലവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഇതെല്ലാം കണ്ട് നായകൻ ഞെട്ടി നിൽക്കുകയാണ്. തനിക്ക് വിവാഹം കഴിഞ്ഞ കാര്യം പല്ലവിക്ക് മനസ്സിലായി. ഇനി അവൾ എന്ത് ചെയ്യും എന്ന് ഭയമായിരുന്നു അയാൾക്ക്. നായകൻ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് വരുന്നു. അമ്മയെയും ഭാര്യയെയും അകത്തേക്ക് അയച്ചിട്ട് പല്ലവിയോട് ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ വന്ന് എന്റെ ജീവൻ എടുക്കുന്നത്? എന്റെ വിവാഹം കഴിഞ്ഞെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന നായകന്റെ ഭാര്യ ഇത് കാണുന്നുണ്ട്. എന്താ ആ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പല്ലവിയോടും പറയുന്നു, സാർ, യഥാർത്ഥത്തിൽ ഞാൻ പണം കൊടുത്തതിൽ വിഷമിച്ച് ആ പണം തിരികെ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന്. ഭാര്യ സംശയത്തോടെ ശരി, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇല്ല, ഞാൻ അകത്തേക്ക് വന്നാൽ അത് അത്ര നല്ലതായിരിക്കില്ല, ഞാൻ ഇപ്പോൾ തന്നെ പോവാം, ഒരു ദിവസം ഈ വീട്ടിൽ താമസിക്കാൻ വരാം എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോവാണ്. നായകന്റെ ഭാര്യ സംശയത്തോടെ അയാളെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. കട്ട് ചെയ്യുമ്പോൾ നായകൻ സുഹൃത്തിനോട് ഈ വിവരങ്ങളെല്ലാം പറയുന്നു. ഇനി സഹിക്കരുത്, പല്ലവിയുടെ ചിറ്റപ്പനോട് എല്ലാ സത്യം പറ എന്ന് സുഹൃത്ത് ഉപദേശിക്കുന്നു. നായകൻ പല്ലവിയുടെ ചിറ്റപ്പനോടും അമ്മയോടും സംസാരിക്കുന്നു. പല്ലവി എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നു, ദയവ് ചെയ്ത് അവളോട് പറഞ്ഞൊന്ന് മനസ്സിലാക്ക് എന്ന് പറയുന്നു. എന്നാൽ അവർ, ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ മകൾ കേൾക്കില്ല, ചെറുപ്പം മുതലേ അവൾ അവളുടെ ഇഷ്ടത്തിനാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. പല്ലവിയുടെ ഉപദ്രവം കാരണം നായകൻ ഇപ്പോൾ ഭാര്യയോട് ശരിക്കും സംസാരിക്കാറില്ല. അത് ഭാര്യയെ വിഷമിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം പല്ലവിയുടെ ഫോണിൽ നിന്ന് നായകന് 3 മെസ്സേജുകൾ വരുന്നു. പല്ലവി നായകന്റെ കവളിൽ ഉമ്മ വയ്ക്കുന്ന ഫോട്ടോകളായിരുന്നു അത്. അവൾ അത് രഹസ്യമായി എടുത്ത് നായകൻ അയച്ചു കൊടുക്കുന്നു. നായകൻ അത് കണ്ട് പരിഭ്രാന്തനാവുന്നുണ്ട്. സ്റ്റാഫ് റൂമിലേക്ക് വന്ന പല്ലവി നായകന്റെ കസേരയിൽ കാലിന്മേ കാല് കയറ്റി വെച്ചിരിക്കുന്നു. പല്ലവി, പുറത്തേക്ക് വാ, നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നായകൻ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പല്ലവി, ഡാ അരവിന്ദ് നിൽക്ക് എന്ന് നായകന്റെ പേര് വിളിക്കുന്നു. ചുറ്റുമുള്ളവരെല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഒരു വിദ്യാർത്ഥിനി സാറിന്റെ പേര് വിളിക്കുന്നല്ലോ എന്ന്. പല്ലവി, നിനക്ക് എന്താ പ്രശ്നം? എന്നിൽ നിന്ന് നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ ഈ ഫോട്ടോയൊക്കെ അയച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് നായകൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ വളരെ നല്ലവനാണ് സാർ, ഇത് നമ്മുടെ മനോഹരമായ നിമിഷങ്ങളാണ്. ആ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി അയച്ചതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് സാർ, ഇനി മുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. ഞാൻ എവിടെ വിളിച്ചാലും നിങ്ങൾ വരണം. എൻ്റെ ഒരു കളിപ്പാട്ടത്തെ പോലെ നിങ്ങൾ ഇരിക്കണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോകൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോവാണ്. ഇത് കേട്ട് നായകൻ കൂടുതൽ ദേഷ്യപ്പെടുന്നു. ഒരു രാത്രിയിൽ പല്ലവി ഉറക്കം വരാതെ വീട്ടിൽ നടക്കുമ്പോൾ അവളുടെ അനിയൻ അവിടേക്ക് വരുന്നുണ്ട്. പല്ലവിക്ക് അവളുടെ അനിയനെ ഇഷ്ടമല്ല. കാരണം ആ കുട്ടി അവളുടെ അച്ഛന് ജനിച്ചതല്ല, ചിറ്റപ്പനും അമ്മയ്ക്കും ജനിച്ചതാണ്. എന്നാൽ ആ രാത്രിയിൽ പല്ലവി അനിയനോട് സംസാരിച്ച് കൂട്ടുകാരാവുന്നു. അതേസമയം നായകന്റെ ഭാര്യ സുകന്യ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. പല്ലവിയുടെ ഫോണിൽ നിന്നാണ് അത് വന്നത്. പല്ലവി നായകന് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോകൾ. അത് കണ്ട് സുകന്യ തകർന്നു പോകുന്നു. ഭർത്താവ് തന്നെ ഇത്ര വലിയ ചതി ചെയ്തുവല്ലോ എന്നോർത്ത് അവൾ കരയാണ്. ഭർത്താവിനെ വിളിച്ചു നോക്കുന്നുണ്ട്. ബാത്റൂമിൽ വന്ന് കരയുമ്പോൾ അവൾ പ്രഗ്നൻസി കിറ്റ് എടുത്ത് നോക്കുന്നു. അതിൽ അവൾ ഗർഭിണിയാണെന്ന് കാണുന്നു. ആ വിവരം ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് അവളെ കൂടുതൽ തളർത്തുന്നു. ഇവിടെ നമ്മുടെ നായകൻ പല്ലവിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും കോളേജ് ഹോസ്റ്റലിലേക്ക് വരുന്നു. രാവിലെ ഹോസ്റ്റലിന്റെ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ നായകന്റെ ഭാര്യ. നിങ്ങളെ ഫോൺ വിളിച്ചാൽ കിട്ടില്ലേ, ഫോൺ എവിടെയാ വെച്ചിരിക്കുക എന്ന് ചോദിച്ച് അവൾ വഴക്കിടുന്നു.
എന്നിട്ട് ഫോണിൽ വന്ന ഫോട്ടോകൾ കാണിച്ച് ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്, ഇതിനെന്ത് കാരണമാ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. നായകൻ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള സുഹൃത്ത് ഇതൊക്കെ നിസ്സാരമായി എടുക്കുക, ഇതൊരു സാധാരണ കാര്യമല്ലേ എന്ന് പറയുന്നു. ഭാര്യ ദേഷ്യപ്പെടുമ്പോൾ ആ സുഹൃത്ത് കള്ളം പറയുന്നു. കോളേജിലെ എല്ലാവർക്കും അരവിന്ദനോട് ഒരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ടൂർ പോയപ്പോൾ എല്ലാവരും അരവിന്ദന്റെ കൂടെ ഫോട്ടോ എടുത്തു. അതിൽ ഈ പല്ലവി എന്ന കുട്ടി വെറുതെ കവളിൽ ഒരു ഉമ്മ കൊടുത്തതാണ്, അത് ഫോട്ടോ എടുത്തതാണ്, ആ ഫോട്ടോയാണിത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായിരുന്നില്ല. ഈ ഗുരു പല്ലവിക്ക് ഈ സാറിനോട് ഇഷ്ടമാണെന്നറിഞ്ഞ് കല്യാണത്തിന് മുൻപേ അവളെ ഇയാളോടൊപ്പം ഹണിമൂണിന് അയച്ചിരുന്നു. നിർബന്ധപൂർവ്വമാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങനെയാണ് ആ പുഴയുടെ അരികിൽ വെച്ച് പല്ലവി സംസാരിച്ച് നായകനെ ഉമ്മ വച്ചത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ ഭാര്യയിൽ നിന്നും മറച്ച് അവളെ വിശ്വസിപ്പിക്കുന്നു. അവളും ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാണ്. രാത്രിയാവുന്നു. പല്ലവി നായകന് ഒരു വീഡിയോ അയക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് ആ വീഡിയോയിൽ പറയുന്നു. നായകൻ പരിഭ്രാന്തനായി ആ രാത്രിയിൽ തന്നെ ഭാര്യയെ വിട്ട് പല്ലവിയെ തേടി അവളുടെ വീട്ടിലേക്ക് ഓടുന്നു. നേരെ പല്ലവിയുടെ ചിറ്റപ്പനായ ഗുരുവിനെ കാണുന്നു. ഗുരു പറയുന്നുണ്ട്, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, അവൾ എവിടെയുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോവാ. എന്നാൽ പല്ലവി ഇതെല്ലാം ഒരു കളിയായി ചെയ്തതാണ്. നായകന് തന്നോട് ശരിക്കും സ്നേഹമുണ്ടോ എന്നറിയാൻ വേണ്ടി. നായകൻ തന്നെ ശരിക്കും തേടുന്നുണ്ടോ എന്ന് അവൾ മുന്നയോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. മറ്റൊരു വശത്ത് നായകന്റെ ഭാര്യ അയാൾ രാത്രി എവിടെ പോകുന്നു എന്ന് സംശയിച്ച് സുഹൃത്തിനോട് ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത് എന്ന്. വേറെ വഴിയില്ലാത്ത സുഹൃത്ത് എല്ലാ സത്യവും പറയുന്നു. ആ പല്ലവി എന്ന പെൺകുട്ടിയാണ് നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത്. ഇത് കേട്ട് തകർന്ന ഭാര്യ ആ രാത്രിയിൽ തന്നെ നാട്ടിലേക്ക് പോകുന്നു. നായകൻ ഭാര്യയെ സമാധാനിപ്പിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവൾ പോയി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ പല്ലവിയുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, അനാവശ്യമായ കല്യാണം കഴിഞ്ഞ ആളെ ശല്യം ചെയ്യരുത്, അവനെ വിട്ടേക്ക്. അത് പറയാൻ നീ ആരാ? ആദ്യം നീ ആരെയാ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അച്ഛനെ വിട്ട് അച്ഛൻ്റെ അനിയനെ വിവാഹം കഴിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞ് പല്ലവി അമ്മയെ വഴക്ക് പറയുന്നു. മറ്റൊരു വശത്ത് പല്ലവിയുടെ മൊബൈൽ ഫോൺ അവളുടെ ചിറ്റപ്പനായ ഗുരു എടുത്തു നോക്കുന്നു. അതിൽ പല്ലവി അനിയന്റെ കൂടെ എടുത്ത ഫോട്ടോയിൽ പിന്നിൽ മുന്നേ നിൽക്കുന്നത് അയാൾ കാണുന്നുണ്ട്. കുറെ നാളായി മുന്നേ കൊല്ലാൻ വേണ്ടി തിരയുകയായിരുന്ന അയാൾ സന്തോഷിക്കുകയാണ്. നമ്മുടെ നായകന് ഒരു ഫോൺ കോൾ വരുന്നു. ഭാര്യ ഭർത്താവ് ചതിച്ചെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് നായകനെ വിളിക്കുന്നുണ്ട്. അയാൾ സ്റ്റേഷനിലെത്തി പോലീസിനോട് ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഭാര്യയും കൂട്ടി പോകുന്നു. നായകൻ ഭാര്യയും കൂട്ടി നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വേണോ അതോ ആ പല്ലവിയെ വേണോ? എനിക്ക് നിന്നെ മാത്രം മതി, നിനക്ക് മനസ്സിലാവുന്നില്ലേ? ആ പല്ലവി എന്നെ ഭീഷണിപ്പെടുത്തി ഒരു കെണിയിൽ പെടുത്തിയിരിക്കുകയാണ് എന്നയാൾ പറയുന്നുണ്ട്. എന്നാൽ ഭാര്യ അത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. ഈ സമയത്ത് പല്ലവി ഫോൺ വിളിക്കുമ്പോൾ ഭാര്യ കൂടുതൽ ദേഷ്യപ്പെട്ട് ആ പല്ലവിയോട് തന്നെ സംസാരിക്കൂ എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് പോകുന്നു. ഇനി നിങ്ങൾ ഈ വീട്ടിൽ കയറരുത് എന്നും പറയുന്നുണ്ട്. നായകൻ ഫോൺ എടുത്ത് നിനക്ക് എന്താ വേണ്ടത് പല്ലവി എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ വേണം. എന്തിനാ നാട്ടിൽ പോയത്? വേഗം ഇങ്ങോട്ടേക്ക് വാ. നീ തിരികെ വന്നില്ലെങ്കിൽ നിന്റെ സുഹൃത്തിന്റെ ദേഹത്ത് ഞാൻ മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അടുത്തത് തീ കൊളുത്തും എന്ന് പറയുന്നു. നായകൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നു. വീട്ടിൽ കയറിയാൽ പല്ലവി സുഹൃത്തിനെ എന്തെങ്കിലും ചെയ്യും. ഇവിടെ നിന്ന് പോയാൽ ഭാര്യ തെറ്റിദ്ധരിക്കും. സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാൾ അവിടെ നിന്ന് പോവാണ്. അത് കണ്ട ഭാര്യ നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് ആ പല്ലവി ആയി പോയല്ലോ എന്ന് ചിന്തിക്കുന്നു. നാട്ടിലെത്തിയ നായകനെ പല്ലവി ഒരു വക്കീലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തിനാ ഈ വക്കീലിന്റെ അടുത്തേക്ക് എന്ന് നായകൻ ചോദിക്കുമ്പോൾ, നമ്മുടെ ഭാവി കാര്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് പല്ലവി ഒരു ഡിവോഴ്സ് നോട്ടീസ് നീട്ടുന്നു. ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്, നിന്റെ ഭാര്യയെ കൊണ്ടും ഒപ്പിടിക്ക്, നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത ശേഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പല്ലവി പറയുന്നു. നായകൻ ഞെട്ടി അവിടെ നിന്ന് പോവാണ്. മറ്റൊരു വശത്ത് പോലീസ് ഇൻസ്പെക്ടറോട് ഗുരു പറയുന്നു, മുന്ന എപ്പോഴും ജീവനോടെ ഉണ്ട്, നമ്മൾ ഈ പല്ലവിയെ തട്ടിക്കൊണ്ടു പോയാൽ മുന്ന വരും, അത് വെച്ച് മുന്നയുടെയും പല്ലവിയുടെയും കഥ ഒരുമിച്ച് തീർക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നു. കോളേജിൽ വെച്ച് നായകൻ ഒരുപാട് കളിയാക്കലുകൾക്ക് ഇരയാവുന്നു. ഭാര്യ ഉണ്ടായിട്ടും പല്ലവിയുടെ കൂടെ കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇതിൽ ദേഷ്യം വന്ന നായകൻ പല്ലവിയെ അടിക്കുന്നു. എന്നാൽ പല്ലവിക്ക് അത് സന്തോഷമായിരുന്നു. ഈ സംഭവം പല്ലവിയുടെ അമ്മ അറിയുന്നുണ്ട്. അവർ ഗുരുവിനോട് പറയുന്നുണ്ട്, പല്ലവി അതിര് കിടക്കുന്നു, ഇത് നിർത്തണമെന്ന്. നമ്മുടെ പല്ലവി നേരെ നായകന്റെ ഭാര്യയെ കാണാൻ പോകുന്നു. നീ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അതെ എന്ന് പല്ലവി പറയുന്നു. കട്ട് ചെയ്യുമ്പോൾ നായകൻ സുഹൃത്തിനോട് സംസാരിക്കുന്നു. ആ പല്ലവി വളരെ അപകടകാരിയാണ്, അവൾ ആഗ്രഹിച്ചത് നേടാതെ വിടില്ല, നീ അവളോടൊപ്പം ജീവിക്കുന്നതാണ് നല്ലത് എന്ന് സുഹൃത്ത് പറയുന്നു. മറ്റൊരു വശത്ത് പല്ലവിയോട് സംസാരിച്ചു കഴിഞ്ഞ നായകന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പല്ലവി ഈ സംഭാഷണം റെക്കോർഡ് ചെയ്ത് നായകൻ അയക്കുന്നു. നായകൻ ഇഷ്ടപ്പെട്ട ഭാര്യയോടൊപ്പം ജീവിക്കാനും കഴിയാതെ പല്ലവിയുടെ ഉപദ്രവം സഹിക്കാനും വയ്യാതെ ഒരു പുഴയുടെ അരികിൽ നിൽക്കുന്നുണ്ട്. അത് കണ്ട പല്ലവിയുടെ ആൾ അവളെ വിവരം അറിയിക്കുന്നു. പല്ലവി ഓടി വരുമ്പോൾ നായകൻ അവളുടെ കൺമുന്നിൽ വെച്ച് വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എന്നാൽ പല്ലവി വെള്ളത്തിലേക്ക് ചാടി നായകനെ രക്ഷിക്കുന്നു. എന്നെ എന്തിനാ രക്ഷിച്ചത്? എനിക്ക് ഈ ഉപദ്രവം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നായകൻ കരയുന്നു. പല്ലവി നായകനെ സമാധാനിപ്പിച്ച് ഒരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ പല്ലവി സാരി എടുത്ത് വരുന്നത് കാണുമ്പോൾ നായകന് തന്റെ ഭാര്യയെ ഓർമ്മ വരുന്നു. അപ്പോഴാണ് പല്ലവി നായകനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഭാര്യയെ കണ്ടപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവളുടെ കയ്യിൽ ഒരു ആശുപത്രി ഫയൽ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നി. ഇത് കേട്ട് നായകൻ സന്തോഷിക്കുന്നുണ്ട്. ഭാര്യ തന്നോട് ഈ വിവരം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നു. മറ്റൊരു വശത്ത് നായകന്റെ ഭാര്യ താൻ സാരി ഉടുക്കുന്നത് കൊണ്ടാണോ ഭർത്താവിന് തന്നെ ഇഷ്ടമല്ലാതായെന്ന് ചിന്തിച്ച് പല്ലവിയെ പോലെ മോഡേൺ ആയി ഒരുങ്ങി മുടി വെട്ടി മോഡേൺ ഡ്രസ്സ് ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നു.
പല്ലവി ചിന്തിക്കുന്നുണ്ട്, ഞാൻ നായകനെ ഒരുപാട് ഉപദ്രവിച്ചു, അതിര് കടന്നുപോയി, അതുകൊണ്ട് അവനെ വിട്ടേക്കാം, ഇനി അവന്റെ ജീവിതത്തിൽ ഞാൻ വരില്ല എന്ന്. അവൾ കാറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സംഘം ആളുകൾ അവളെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം നായകന്റെ ഹോസ്റ്റലിലേക്ക് ഡോക്ടറുടെ ഫോൺ വരുന്നു. നിങ്ങളുടെ ഭാര്യ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ആശുപത്രിയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. നായകൻ ഞെട്ടി ആശുപത്രിയിലേക്ക് ഓടി വരുന്നു. ഭാര്യയെ തടഞ്ഞു നിർത്തി, ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഞാനൊരു കെണിയിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് നിന്നെ മാത്രം മതി, നിന്നോടൊപ്പം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടന്നതെല്ലാം വിശദീകരിക്കുന്നു. മറ്റൊരു വശത്ത് പല്ലവിയെ തട്ടിക്കൊണ്ടുപോയി ഒരു വീഡിയോ എടുത്ത് നായകൻ അയക്കുന്നു. അത് കണ്ട് നായകൻ ടെൻഷനിലാവുന്നു. ഇനി പല്ലവിയെ വേണ്ടെന്ന് വെച്ചാലും ഈ അവസ്ഥയിൽ അവളെ രക്ഷിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് അവന്റെ മനസ്സ് പറയുന്നു. ആ പല്ലവിയെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല, അവളുടെ വളർത്തച്ഛനായ ഗുരുവാണ്. അയാൾ പോലീസ് ഇൻസ്പെക്ടറുമായി ചേർന്ന് ഒരു പ്ലാൻ ചെയ്യുന്നു. പല്ലവിയെ കൊന്ന് ആ കുറ്റം അധ്യാപകന്റെ തലയിലിടാൻ. അവർ നായകനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ജയിലിലടയ്ക്കും. നായകന്റെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ പോയി പല്ലവിയെ രക്ഷിക്കുക. ഗുരുവിന്റെ പ്ലാൻ പല്ലവിയുടെ അമ്മ അറിയുന്നുണ്ട്. എന്റെ മകളെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ച് അവൾ ഗുരുവിനോട് വഴക്കിടുന്നു. സത്യം മനസ്സിലായെന്ന് കണ്ട ഗുരു ഭാര്യയായ പല്ലവിയുടെ അമ്മയെ തലക്കടിച്ച് കൊല്ലുന്നു. പല്ലവിയെ ഫാക്ടറിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവളെ രക്ഷിക്കാൻ മുന്ന അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഒരു സംഘടനത്തിൽ മുന്നയ്ക്ക് വെടിയേൽക്കുന്നുണ്ട്. അപ്പോഴാണ് നായകൻ അവിടേക്ക് വരുന്നത്. പല്ലവിയെ രക്ഷിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം ഒരു ഗുണ്ട നായകന്റെ തലക്കടിക്കുന്നു. ഇത് കണ്ട പല്ലവി താൻ വേണ്ടെന്ന് വെച്ചിട്ടും തന്നെ രക്ഷിക്കാൻ വന്നല്ലോ എന്നോർത്ത് അവനോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവൾ മുന്നയോടൊപ്പം ചേർന്ന് ബാക്കിയുള്ളവരെയും അടിച്ചു വീഴ്ത്തുന്നു. കുറച്ചു കഴിഞ്ഞ് ഗുരു ഏർപ്പാടാക്കിയ പോലീസ് അവിടേക്ക് വരുന്നു. കട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പല്ലവിയുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന്. അയാളുടെ അനിയനായ ഗുരു ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൊല്ലുകയായിരുന്നു. ആ സമയത്ത് പല്ലവിയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെ കല്യാണം കഴിച്ചത് എന്റെ തെറ്റാണ്, ഞാൻ നിങ്ങളുടെ അനിയനോടൊപ്പം സന്തോഷമായി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്നാണ് പല്ലവിയുടെ അച്ഛനെ കൊന്നത്. അത് ഒരു അജ്ഞാതൻ വീഡിയോ എടുത്തിരുന്നു. കഥ ഇപ്പോഴത്തെ കാലത്തേക്ക് വരുന്നു. അടുത്ത ദിവസം രാവിലെ പോലീസ് ഗുരുവിനോട് പറയുന്നുണ്ട്, പല്ലവിയെ കൊന്നു എന്ന്. ഗുരു സന്തോഷിച്ച് പല്ലവിയുടെ ഫോട്ടോയിൽ മാലയിട്ട് ഇനി സ്വത്തെല്ലാം നമ്മുടെ പേരിലാവും എന്ന് ചിന്തിക്കുന്നു. എന്നാൽ അവിടേക്ക് നായകനും പല്ലവിയും നടന്നു വരുന്നു. അത് കണ്ട് ഗുരു ഞെട്ടുകയാണ്. കഴിഞ്ഞ രാത്രി ഫാക്ടറിയിൽ നടന്നത് കാണിക്കുന്നുണ്ട്. നായകനെ കൊണ്ട് തലക്കടിച്ചപ്പോൾ അവൻ ബോധം കെട്ടു. എന്നാൽ മുന്നേ വന്ന് അവരെ രക്ഷിച്ചു. അപ്പോഴാണ് പോലീസ് അവിടേക്ക് വന്നത്. പോലീസ് ഗുരുവിന്റെ ആളായിരുന്നുവെങ്കിലും ആ രാത്രി പല്ലവി അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് തന്റെ ആളുകളാക്കി മാറ്റിയിരുന്നു. അതിലൂടെയാണ് ഈ കുറ്റങ്ങളെല്ലാം ചെയ്തത് ചിറ്റപ്പനായ ഗുരുവാണ് എന്ന് പല്ലവിക്ക് മനസ്സിലായത്. അങ്ങനെ അടുത്ത ദിവസം അവർ വന്ന് ഗുരുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. അതിനുശേഷം ആ വീടിന്റെ പൂർണ്ണ നിയന്ത്രണം പല്ലവിയുടെ കയ്യിലാവുന്നു. മുൻപ് നായകനെ മറക്കാമെന്നും ഭാര്യയോടൊപ്പം ജീവിക്കാൻ വിടാമെന്നും പല്ലവി വിചാരിച്ചെങ്കിലും തന്നെ രക്ഷിക്കാൻ വന്നതുകൊണ്ട് അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടുന്നു. അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോരുത് എന്ന് അവൾ തീരുമാനിക്കുന്നു. അപ്പോഴാണ് മറ്റൊരു ടെസ്റ്റ് കാണിക്കുന്നത്. നായകന്റെ ഭാര്യ അവനെ പല്ലവിയെ രക്ഷിക്കാൻ അയച്ചത് ഒരു പ്ലാനോട് കൂടിയായിരുന്നു. നിങ്ങൾ പല്ലവിയെ രക്ഷിക്കേ, അവൾ വീണ്ടും നിങ്ങളെ വേണമെന്ന് പറയും, അവളുടെ ഇഷ്ടത്തിന് നിൽക്ക്, ഒരു 6 മാസം നമ്മൾ പിരിഞ്ഞു ജീവിക്കാം, ഡിവോഴ്സിന് അപേക്ഷിക്കാം, ഞാൻ ഗർഭം അലസിപ്പിച്ചെന്ന് അവളോട് പറയണം. 6 മാസം കഴിഞ്ഞ് ഞാൻ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോകും, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരണം, നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. ഈ പ്ലാൻ സമ്മതിച്ചാണ് നായകൻ പല്ലവിയെ രക്ഷിച്ചത്. ഇപ്പോൾ പല്ലവിയുടെ വീട്ടിൽ ഒരു പാവയെ പോലെയാണ് നായകൻ. പല്ലവി അവന്റെ അനുവാദമില്ലാതെ അടുത്തു വരുന്നതും ചിരിച്ച് സംസാരിക്കുന്നതും അതിന് മറുപടിയായി നായകനും ചിരിക്കുന്നതുമായി കുറച്ച് നാളുകൾ കടന്നുപോകുന്നു. നായകൻ പല്ലവിയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഭാര്യയുമായി ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിടുന്നു. ഭാര്യ ഗർഭം അലസിപ്പിച്ചെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് പല്ലവി കൂടുതൽ സന്തോഷിക്കുന്നു. ഇങ്ങനെ 6 മാസം കപടമായി പല്ലവിയോടൊപ്പം ജീവിക്കുന്നു. മറ്റൊരു വശത്ത് പല്ലവിയുടെ അമ്മയെ കാണിക്കുന്നു. അവർ മരിച്ചിരുന്നില്ല, ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു. അവരെ ഒരു കൗൺസിലർ ഒരു വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഈ വീഡിയോ ഞാൻ പല്ലവിക്ക് അയച്ചു കൊടുക്കും എന്ന്. അതിനു മുമ്പ് പല്ലവിയുടെ ഫോണിലേക്ക് മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. നായകനും ഭാര്യയും ചേർന്നുള്ള പ്ലാൻ വെളിച്ചത്താവുന്നു. നായകൻ ഭാര്യയെ പിരിഞ്ഞെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു വീക്കെൻഡിൽ ഭാര്യയെ കാണാൻ പോയി കെട്ടിപ്പിടിക്കുന്നത് ആരോ വീഡിയോ എടുത്ത് പല്ലവിക്ക് അയച്ചിരിക്കുന്നു. ഇത് കണ്ട് പല്ലവി ദേഷ്യപ്പെടുകയാണ്. നായകന്റെ ഭാര്യ കാണാൻ പോയിരുന്ന ഡോക്ടറോട് പല്ലവി സംസാരിക്കുമ്പോൾ അവൾ ഗർഭം അലസിപ്പിച്ചിട്ടില്ലെന്ന സത്യം മനസ്സിലാക്കുന്നു. തന്നെ വെച്ച് അവൻ നാടകം കളിക്കുകയാണെന്ന് പല്ലവി തിരിച്ചറിയുന്നു. നായകന്റെ ഭാര്യ ഈ നാട് വിടും മുമ്പേ അവളെ കൊല്ലാൻ പല്ലവി പ്ലാൻ ചെയ്യുന്നു. മറ്റൊരു വശത്ത് നായകൻ പല്ലവിയെ കാണാൻ വരുമ്പോൾ നീ എന്നോട് കള്ളം പറയില്ല, എന്റെ അച്ഛനെ പോലെ വിശ്വസ്തനായിരിക്കുമെന്ന് ഞാൻ കരുതി, എന്നാൽ നീ എന്നോട് കള്ളം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പല്ലവി പറയുന്നു. ഇത് കേട്ട് നായകൻ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അവൻ ഉടൻ ബൈക്ക് എടുത്ത് വേഗത്തിൽ പോകുന്നു. അപ്പോഴാണ് ഓപ്പണിംഗ് സീൻ വരുന്നത്. ഒരു ലോറി ഏർപ്പാടാക്കി നായകന്റെ ഭാര്യ പോകുന്ന കാറിനെ ഇടിക്കാൻ പല്ലവി ഏർപ്പാടാക്കുന്നു. നായകൻ രക്ഷിക്കാൻ പോകും മുമ്പ് കാറിനെ ലോറി ഇടിക്കുന്നുണ്ട്. ഭാര്യ അബോധാവസ്ഥയിലാവുന്നു. നായകൻ തകർന്നു പോവാണ്. നായകന്റെ ഈ ദയനീയ അവസ്ഥ കണ്ട് ആ കൗൺസിലർ ഒരു വീഡിയോയുമായി വന്ന് നായകനെ കാണിക്കുന്നു. പല്ലവിയുടെ അച്ഛനെ അമ്മയും ചിറ്റപ്പനും ചേർന്ന് കൊല്ലുന്ന വീഡിയോ. നായകൻ ആ വീഡിയോ പല്ലവിയുടെ ഫോണിലേക്ക് അയക്കുന്നു. അത് കണ്ട് പല്ലവി തകർന്നു പോവാണ്. സ്വന്തം അമ്മയാണ് അച്ഛന്റെ മരണത്തിന് കാരണമെന്നോർത്ത് അവൾക്കറിയുന്നു. അവസാനം പല്ലവി ഒരു ടെറസിൽ നിൽക്കുമ്പോൾ നായകനും അവിടേക്ക് വരുന്നു. എന്റെ ഭാര്യയെ നീ കാറിടിപ്പിച്ചില്ലേ, അവൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതെല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നു.
അതെ, നിനക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും എന്ന് പല്ലവി പറയുന്നു. നമ്മൾ രണ്ടുപേരും ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യരല്ല. ഞാൻ അയച്ച വീഡിയോ നീ കണ്ടില്ലേ? നിന്റെ അമ്മയാണ് നിന്റെ അച്ഛനെ കൊന്നത്. ഈ ചതി സഹിക്കാൻ നിനക്ക് കഴിയോ? എന്റെ ഭാര്യയും ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. അവൾ പോയാൽ എനിക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ സ്നേഹിച്ചാൽ ഈ ലോകം അംഗീകരിക്കോ? നമുക്ക് മരിക്കാം. ഈ ടെറസിൽ നിന്ന് നമുക്ക് രണ്ടുപേർക്കും താഴേക്ക് ചാടാം. എന്തു പറയുന്നു എന്ന് നായകൻ ചോദിക്കുന്നു. പല്ലവി ആലോചിച്ചിട്ട് പറയുന്നു, നിന്നോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ നിന്നോടൊപ്പം മരിക്കാൻ കഴിയുമെങ്കിൽ അതെനിക്ക് സന്തോഷമാണ്. നമുക്ക് ആ തീരുമാനം എടുക്കാം. അവൾ നായകനോടൊപ്പം ടെറസിന്റെ അറ്റത്തേക്ക് വരുന്നു. പല്ലവി താഴേക്ക് ചാടുമ്പോൾ നായകൻ അവളുടെ കൈ വിടുന്നു. ഇതെല്ലാം നായകന്റെ പ്ലാൻ ആയിരുന്നു. ഇവളോട് ക്ഷമിച്ചത് മതി, ഇവളെ പേടിച്ച് ഓടിയത് മതി. ഇവളുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നെ ഉപദ്രവിക്കുന്ന ഈ പെൺകുട്ടി മരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി അവൻ അവളെ ചതിച്ച് ചാടിക്കുകയായിരുന്നു. താഴേക്ക് വീഴുമ്പോൾ പല്ലവി അത് തിരിച്ചറിയുന്നുണ്ട്. പല്ലവി അവിടെ വീണ് മരിക്കുന്നു. ടെറസിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നായകൻ പറയുന്നുണ്ട്, നിനക്ക് ഇത് തന്നെയാണ് വിധി. എന്റെ ഭാര്യ ഇപ്പോഴും ആശുപത്രിയിൽ ജീവനോടെ ഉണ്ട്. അവളെ രക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ജീവിതം സന്തോഷമായി ജീവിക്കും. ഗുഡ് ബൈ പല്ലവി. അവിടെ ഈ സിനിമ അവസാനിക്കുകയാണ്. സിനിമ എങ്ങനെ ഉണ്ടായി? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും തരണേ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ